നമസ്കാരം. കോയിപ്രം കുറവൻകുഴി സ്വദേശികളായ ജയേഷ് രാജപ്പനും ഭാര്യ എസ് രശ്മിയും ചേർന്ന് മർദ്ദിച്ചതിനെ തുടർന്നുണ്ടായ മാനസികാഘാതത്തിൽ നിന്ന് റാന്നി സ്വദേശിയായ 29 വയസ്സുകാരൻ ഇതുവരെ മുക്തനായിട്ടില്ല. സ്വഭാവ വൈകല്യമുള്ള മനോരോഗികളെ പോലെയാണ് ഇരുവരും പെരുമാറിയതെന്ന് യുവാവ് പറഞ്ഞു. ജയേഷിന്റെ രശ്മിയുടെ വീട്ടിൽ മുൻപ് 2 തവണയെ പോയിട്ടുള്ളൂ. ഒരുമിച്ച് ജോലി ചെയ്യുന്നതിനാൽ ജയേഷുമായി സൗഹൃദമുണ്ടായിരുന്നു. പക്ഷേ എന്തിനാണ് മർദ്ദിച്ചതെന്ന് അറിയില്ല. മർദ്ദിക്കുന്ന സമയത്ത് മരിച്ച പൂർവികരോട് രശ്മി സംസാരിച്ചു. രശ്മി ജയേഷിനെ തൊഴുതു നിൽക്കുന്നതും കണ്ടു. അവർ വേറെ ഭാഷയാണ് സംസാരിച്ചത്. ജനനേന്ദ്രിയത്തിൽ രശ്മി സ്റ്റാപ്ലർ പിന്നടിച്ചു. അതിന്റെ വീഡിയോ ജയേഷ് ചിത്രീകരിച്ചിരുന്നു. രശ്മിയും ഞാനും തമ്മിൽ ശാരീരിക ബന്ധമുണ്ടെന്ന് സമ്മതിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. മർദ്ദിക്കുന്ന സമയത്ത് ജയേഷ് പലരെയും വിളിക്കുന്നുണ്ടായിരുന്നു. പുതുമൺ പാലത്തിന് സമീപം ഉപേക്ഷിച്ചപ്പോൾ വലത്തെ കാലിൽ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചു. പോലീസിൽ അറിയിച്ചാൽ വീഡിയോ പുറത്തുവിടുമെന്നും മാതാപിതാക്കളെ കൊല്ലുമെന്നും അവർ ഭീഷണി മുഴക്കി. അതുകൊണ്ടാണ് സംഭവം പോലീസിൽ അറിയിക്കാതിരുന്നതെന്നും വ്യാജമൊഴി നൽകിയതെന്നും യുവാവ് പറയുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് റാന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തിൽ പരിക്കേറ്റെന്നാണ് ആശുപത്രിയിൽ പറഞ്ഞത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലായിരുന്നുവെന്ന് യുവാവ് പറഞ്ഞു. അതേസമയം പത്തനംതിട്ട കോയിപ്രത്ത് യുവാക്കൾ ക്രൂരമർദ്ദനത്തിനിരയായത് അവിഹിതം സംശയിച്ചെന്ന് പോലീസ്. ഭർത്താവ് ജയേഷ് പറഞ്ഞതനുസരിച്ചാണ് രശ്മി യുവാക്കളെ വീട്ടിലേക്ക് ക്ഷണിച്ചതും പിന്നീട് മർദ്ദിച്ചതും. സംഭവം ഹണി ട്രാപ്പ് ആണെന്നും ആഭിചാരക്രിയ ആണെന്നുമൊക്കെ പ്രചരിപ്പിച്ച് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം കൃത്യമായ അന്വേഷണത്തിലൂടെ പോലീസ് പൊളിച്ചു. ആറന്മുള പോലീസ് നടത്തിയ നീക്കമാണ് സംഭവത്തിലെ സത്യം പുറത്തു കൊണ്ടുവന്നത്. തുടർന്നാണ് കോയിപ്രം കുറവൻകുഴി മലയിൽ വീട്ടിൽ ജയേഷ്, ഭാര്യ രശ്മി എന്നിവരെ ആറന്മുള പോലീസ് പിടികൂടിയത്. യുവാക്കളും ജയേഷും ബംഗളൂരിൽ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തവരാണ്. യുവാക്കളെ രശ്മിയുമായുള്ള സ്വകാര്യ ചാറ്റുകൾ ജയേഷ് കണ്ടിരുന്നു. തുടർന്ന് രശ്മിയും ജയേഷുമായി തർക്കമുണ്ടായി. പിന്നീട് രശ്മിയും ജയേഷുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായി. പക്ഷേ യുവാക്കളോടുള്ള പക വെച്ചു പുലർത്തിയ ജയേഷ് രശ്മിയുടെ സഹായത്തോടെ യുവാക്കളെ വിളിച്ചു വരുത്തി പക തീർക്കുകയായിരുന്നു. രശ്മിയുടെ ഫോണിൽ നിന്നും 5 വീഡിയോ ക്ലിപ്പുകൾ പോലീസിന് കിട്ടി. കണ്ടു നിൽക്കാനാകാത്ത ദൃശ്യങ്ങളാണ് രശ്മിയുടെ ഫോണിൽ നിന്ന് കിട്ടിയതെന്നാണ് പോലീസ് പറയുന്നത്. ജയേഷിന്റെ ഫോണിലെ ഒരു ഫോൾഡർ ഹിഡൻ ആണ്. ഇതിലുള്ള വീഡിയോകൾ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ കണ്ടെത്തും. ഇതോടെ എല്ലാം തെളിയുമെന്നാണ് പോലീസ് കരുതുന്നത്. ആറന്മുള പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. എന്നാൽ സംഭവം നടന്നത് കോയിപ്രം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം ഇനി നടത്തുക കോയിപ്രം പോലീസായിരിക്കും. റാന്നി, ആലപ്പുഴ സ്വദേശികളായ യുവാക്കളാണ് ആക്രമിക്കപ്പെട്ടത്. സെപ്റ്റംബർ 1-ാം തീയതി ആലപ്പുഴ സ്വദേശിയെ ജയേഷും രശ്മിയും വീട്ടിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചു. പൈപ്പ് റേഞ്ച് കൊണ്ട് അടിച്ചും ജനനേന്ദ്രിയത്തിലും ശരീരഭാഗങ്ങളിലും സ്റ്റാപ്ലർ പിന്നടിച്ചും നഖങ്ങൾക്കിടയിൽ മുട്ടുസൂചി കയറ്റിയുമായിരുന്നു ക്രൂരത. സെപ്റ്റംബർ 5-ന് റാന്നി സ്വദേശിയെയും ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ റാന്നി സ്വദേശി പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. പെൺസുഹൃത്തിന്റെ അച്ഛനും പ്രതിശ്രുതവരനും ചേർന്ന് തന്നെ ദേഹോദ്രവം ഏൽപ്പിച്ചുവെന്നാണ് യുവാവ് മൊഴി നൽകിയത്. എന്നാൽ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതോടെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് യഥാർത്ഥ വിവരം പുറത്തറിഞ്ഞത്.